പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഇങ്ങനെ പറയാം, എല്ലാ ഒരു മറുകുണ്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഈ അബിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും വന്ന് മോശമായിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റ് എടുത്ത് പബ്ലിക്കിനെ കാണിച്ചിട്ട് അതിനെക്കാട്ടിയും വൾഗറായിട്ടുള്ള രീതിയിൽ തെറി പറയും. ഇതാണ് ബേസിക്കലി ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. കമന്റ് ഇടുന്നവന്മാർക്ക് യാതൊരു ബോധവുമില്ല എന്ന് മനസ്സിലാക്കാം. അതേപോലെ നമ്മളും റിയാക്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയുള്ളൊരു കാര്യമാണോ? വിവരമില്ലാത്തൊരു പലതും പറയും. നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. ഈ അബിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാ, ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഇതാണ്, ഓവറായിട്ട് കിടന്ന് റിയാക്ട് ചെയ്യും, ബഹളം ഉണ്ടാക്കും. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അതിന്റെ ഒന്നും ഒരു കാര്യമില്ലാതെ മര്യാദയ്ക്ക് അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 100% അവസാനം വരെ പുള്ളിക്കാരൻ അവിടെ നിൽക്കായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് എന്നെ കൊല്ലാനോ ശിവരാമ? ചേട്ടന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല്? ഒന്നും തോന്നരുത്. ഒരു ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ്, ഏട്ടനും കുഞ്ഞുകൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. ഞാൻ സീരിയസ്ലി പറയാം ബേസ്, ഇതിപ്പോ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല ബേസ്. ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, കോടതി ഒന്നുമില്ലല്ലോ പേടിക്കൻ. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എല്ലാ ഒരു മറുകുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇങ്ങനെ പറയാം, എല്ലാ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നിനക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. പൊന്നളെ, നീ ഇങ്ങനെയൊക്കെ രീതിയിൽ വന്നിരുന്നിട്ട് എൻ്റെ വൈഫിനെയും ആ കൊച്ചിനെയൊക്കെ അടുത്തിരുത്തി ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഉള്ള കാര്യം പറയാമല്ലോ. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ യഥാർത്ഥത്തിൽ ഒരു അക്ഷരം മിണ്ടരുത്. ഈ കമന്റ് ഇടുന്നവരിടട്ടെ, അത് ആ ഒരു കമന്റിനകത്ത് എന്ത് പറയണ്ട, ഭയങ്കര രീതിയിൽ നിങ്ങൾ അപമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ആ കമന്റിനകത്ത് പറഞ്ഞ എന്താ, കൊച്ചിനും വേറെ വല്ല ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത്, അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? നമുക്കൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലേ? അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഉള്ളൊരു കാര്യം പബ്ലിക്കിൽ വിളിച്ച് അങ്ങ് പറയുവാണ്, സ്വന്തം വൈഫിനെ അടിച്ച് അടുത്ത് പിടിച്ചിരുത്തിയിട്ട്. ദേഷ്യം വന്നപ്പോ ഞാൻ സംസാര ഭാഷയിൽ അല്പം പിന്നോക്കം പോയി. സത്യത്തിൽ ഞാൻ ഈ മുന്നോക്ക ഭാഷയാണ് പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ കണക്കായിരുന്നു. ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് തിരിച്ച് പൂരെ തെറി വിളിക്കുക. നമ്മളെല്ലാവരും തെറി വിളിക്കും, മാന്യന്മാരൊന്നും അല്ല, നല്ല രീതിയിൽ വിളിക്കാൻ അറിയാം. പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ അതൊക്കെ നമ്മൾ വിളിക്കാറുള്ളൂ. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് നാണാവില്ലേ? ഈ പറഞ്ഞതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഇതൊക്കെ കണ്ടിട്ട് കൈയടിക്കുന്നവന്മാരെ കാണുമായിരിക്കും, പക്ഷെ ഞാൻ അത്രക്കാരൻ